നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത് സ്പോൺസറിങ് ആണ്. വേറെ ഒരു സ്കില്ലില്ലെങ്കിലും സ്പോൺസറിങ് മാത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാവുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് മേഖല. ഇതിൻ്റെ ക്രിട്ടിക്കാലിറ്റി വളരെ വലുതാണ്. ഇമ്പോർട്ടൻ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രാധാന്യം എന്നല്ല ഞാൻ പറഞ്ഞത്, നിർണായകം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒന്നിന് പകരം മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊന്നിനെ കൊണ്ടുവരാൻ കഴിയും, പക്ഷേ നിർണായകമായ ഒന്നിന് പകരം വെക്കാൻ മറ്റൊന്നും തന്നെയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തി ഒരു ടീമായി മാറണമെങ്കിൽ സ്പോൺസറിങ് കൂടിയേ കഴിയൂ. അത് ഇനീഷ്യൽ സ്റ്റേജിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് മാറുന്ന ഒരു സ്കില്ലായി വരികയും ചെയ്യും. ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷം പിന്നീട് സ്പോൺസർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു ക്രിട്ടിക്കൽ മാസ്, മേ ബി അതൊരു 100 പേരുടെ ഒരു ടീമായിരിക്കാം. ഒരു ടിപ്പിക്കൽ വോളിയം അത് ചിലപ്പോൾ ഒരു 1 lakh ബിസിനസ് വോളിയം ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ റാങ്ക്, മേ ബി അതൊരു സൂപ്പർ സ്റ്റാർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെയർമാൻ ആയിരിക്കാം, വാട്ട് എവർ റാങ്ക്. ഒരു ടിപ്പിക്കൽ ഇൻകം മേ ബി ഒരു 25,000 ആയിരിക്കാം, 10,000 ആയിരിക്കാം, 50,000 ആയിരിക്കാം, 1 lakh ആവാം. അതുവരെ എത്തുന്നത് വരെ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ആസ്പെക്റ്റാണ് സ്പോൺസറിങ് എന്ന് പറയുന്ന ആസ്പെക്റ്റ്. കാരണം ഇത് ഇല്ലാതെ, സ്പോൺസർ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവികമായിട്ടൊരു ടീം ഉണ്ടാവുകയില്ല. അപ്പം മാത്രമല്ല, ഇനീഷ്യൽ സ്റ്റേജിൽ ഒരുപാട് പേര് കൊഴിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഈ കൊഴിഞ്ഞു പോകുന്നതിന് ഫലപ്രദമായ രീതിയിൽ തടയിടാനും ഈ പറയുന്ന സ്പോൺസറിങ് സ്കില്ല് നിങ്ങളെ ഒരുപാട് സഹായിക്കും. നിങ്ങളെ തന്നെ ഇതിനകത്ത് നിലനിർത്താനുള്ള ഏറ്റവും വലിയൊരു സ്കില്ലായിട്ട് സ്പോൺസറിങ് മാറും. അതിന് ഉപയോഗിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം വളരെ സ്പീഡിൽ പറയാം. ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യപ്പെടേണ്ടത് ഒരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ? ICICI വന്നതിന് ശേഷമാണ് ഈ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് എന്നുള്ളൊരു വാക്ക് തന്നെ വന്നത്. കാരണം സാമ്പത്തിക സേവനങ്ങളെ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയറിങ്ങും ഒരു പ്രൊഡക്റ്റ് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. അതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് ലിവറേജ് എന്ന് പറയുന്ന ആശയമാണ്. ഒരാൾക്ക് മാക്സിമം ഇത്ര സമയം മാത്രമേ ജീവിതത്തിൽ കിട്ടുകയുള്ളൂ, സ്വന്തമായി ചെയ്യാനായിട്ട് അധ്വാനിക്കാനായിട്ട് ഇത്ര നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഒരു ലിവറേജിൻ്റെ സാധ്യത 100x, 1000x, 1 lakh x അത്രയും മൾട്ടിപ്പിൾസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സാഹചര്യത്തിനുണ്ടാവും. ഇൻഡിവിജ്വലി നമുക്ക് ചെയ്യുന്നതിനേക്കാൾ വളരെ വലിയ കാര്യങ്ങൾ നമുക്കൊരു കൂട്ടായ്മയിലൂടെ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ പാസീവ് ഇൻകം, നിഷ്ക്രിയമായിരിക്കുന്ന സമയത്തുള്ള വരുമാനം, നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടുന്ന, പെൻഷൻ പോലെ കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു വലിയ സാധ്യതയും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കുക. അസറ്റ് ക്രിയേഷൻ, വെറും ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അസറ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടീമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുക. ബി ക്വാഡ്രന്റ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു 500 തൊഴിലാളികളെങ്കിലും ഉള്ളൊരു ബിസിനസ്സാണ് സത്യത്തിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത്, വലിയ ബിസിനസ് എന്ന് പറയുന്നത്. റോബർട്ട് കിയോസാക്കിയൊക്കെ പറയുന്ന ഈ ക്വാഡ്രന്റ് നോക്കുമ്പോൾ ബി ക്വാഡ്രന്റ് എന്ന് പറയുന്നത് 500 തൊഴിലാളികളുള്ള ഒരു ബിസിനസ്സാണ്. ഈ 500 തൊഴിലാളികൾക്ക് പകരം 500 ബിസിനസ്സുകാർ വരികയാണെങ്കിലോ അതിനേക്കാൾ എത്രയോ വലുതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ ബി ക്വാഡ്രന്റ് ബിസിനസ്സാണ് ഇത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ലെഗസി എന്ന് പറയും, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറുന്ന ഒന്ന്, അതിനെയാണ് ലിഗസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലം കൊടുക്കുന്നത് പോലെ, നമ്മുടെ വീട് എഴുതി കൊടുക്കുന്നത് പോലെ, നമ്മുടെ സ്വത്തുവകകൾ എഴുതി കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു ബിസിനസ്സിനെ അടുത്ത തലമുറയ്ക്ക് കൂടി കൈമാറാം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വളരെ വലുതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രസൻറ്റേഷനിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിലേക്ക് സൗജന്യമായി കടന്നു വരാനും എന്തെങ്കിലും വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചാൽ മതി എന്നുള്ളത് കൊണ്ടും ധാരാളം ആളുകളെ നമുക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊരു ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, റിലേഷൻഷിപ്പ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ്. ഈ മൂന്നുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബിസിനസ്സിൻ്റെ വലിയൊരു ഭാഗമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റിലേക്ക് ഈ പറയുന്ന സ്പോൺസറിങ് കപ്പാസിറ്റി നിങ്ങളുടെ വളരെയധികം ഗുണം ചെയ്യും. കാരണം നിങ്ങൾ സ്പോൺസർ ചെയ്ത് മറ്റുള്ളവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു അപ്രമാദിത്വം അവിടെ വരും, നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ വരും. അവരുടെ സ്നേഹാദരങ്ങൾ കിട്ടാനും നിങ്ങളുടെ ടീം അംഗങ്ങളുടെ ബഹുമാനവും സ്നേഹവും പിടിച്ചു പറ്റാനും ഏറ്റവും മികച്ചൊരു ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റിന് ഉപകരിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ സ്പോൺസറിങ്ങിനുള്ള കഴിവ്. മറ്റൊന്ന് സസ്റ്റൈനബിൾ എക്സൈറ്റ്മെൻറ്റ് നിലനിർത്താൻ പറ്റും. എത്ര പേര് കൊഴിഞ്ഞു പോയാലും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഫ്രഷ് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം നിലനിർത്താൻ പറ്റും, നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെയും താല്പര്യം നിലനിർത്താൻ പറ്റും. അവർ കുറച്ചൊന്ന് സ്ലഗ്ഗിഷ് ആണെങ്കിലും നിങ്ങൾക്ക് പുതിയ ആളുകളെ കൊണ്ടുവന്ന് സ്ലഗ്ഗിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുരടിച്ചു തുടങ്ങിയ അല്ലെങ്കിൽ അനങ്ങാത്ത ഏതെങ്കിലും ഒരു ലെഗിൻ്റെ ഡെപ്തിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി കൂടും, നിങ്ങൾക്ക് കൺട്രോൾ കൂടും, നിങ്ങളുടെ ബിസിനസ്സിലുള്ള പ്രെഡിക്റ്റബിലിറ്റി കൂടും, കോൺഫിഡൻസ് കൂടും. അതുപോലെ തന്നെ അട്രീഷൻ്റെ ഹെഡ്ജായിട്ട്, അട്രീഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല, കുറച്ച് പേര് കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണത്? ഫ്രീ ആയിട്ട് കടന്നു വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്നും പറ്റാതെ വരുമ്പോൾ തിരിച്ചു പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ പേര് ഇവിടെ ഉണ്ട്. ഒരു എൻട്രി ലെവൽ കോസ്റ്റ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വരാനും പോകാനും ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും കൊഴിഞ്ഞു പോക്കുണ്ടാവും. അതിനെ ഫലപ്രദമായി തടയിടാനായിട്ട് നിങ്ങൾക്ക് ഈ ഹെഡ്ജിങ് എന്ന് പറയും, അതായിട്ട് ഈ ഒരു സ്പോൺസറിങ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രെഡിക്റ്റബിലിറ്റി, ബിസിനസ്സിൽ പ്രെഡിക്റ്റബിലിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഇനീഷ്യൽ സ്റ്റേജസിൽ അഗ്രസീവായിട്ടുള്ള ഒരു സ്പോൺസറിങ് നിങ്ങളെ വളരെയധികം സഹായിക്കും. കാരണം നമ്മുടെ മിഷൻ 90 പോലെയുള്ള ഒരു സ്ഥലങ്ങളിൽ 45 ദിവസത്തേക്ക് സ്പോൺസറിങ്ങിന് ഫോക്കസും അതിനുശേഷം അവരുടെ എക്സ്പാൻഷൻ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരികയും ചെയ്യുന്ന
ഒരു 90 ദിവസം കഴിയുമ്പോഴേക്കും ഒരു പ്രൊജക്ട് 100 എന്ന് പറയുന്ന 100 പേരിലേക്ക് എത്തുന്ന ഒരു വലിയ സാധ്യത ഈ ഒരു ബിസിനസ്സിലുണ്ട്. അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ശരിക്കും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ 21 ദിവസം മതി. അപ്പോൾ വളരെ അഗ്രസീവായിട്ട് ഒരു 90 ദിവസം നിങ്ങൾ എടുത്താൽ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട 4 ക്രിട്ടിക്കൽ സ്കില്ല് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പോൺസറിങ് ആണ്. അതുകൊണ്ട് തന്നെ മിഷൻ 90യുടെ ഭാഗമായിട്ട് ന്യൂ ലൈഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകൾ ആദ്യത്തെ കാലയളവിൽ ഏറ്റവും കൂടുതൽ അഗ്രസീവ് സ്പോൺസറിങ്ങിന് സീരിയസ് ആയിട്ട് തന്നെ തയ്യാറാകണം എന്ന് ഇതോടുകൂടി ഞാൻ അറിയിക്കുകയാണ്.